എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ലോകം സമാധാനം ആഗ്രഹിക്കുമ്പോൾ വേണ്ടതാണ്. ഒരു ചേരിയിൽ തിറഞ്ഞു കുറച്ച് രാജ്യങ്ങൾ പാലസ്തീന് സ്വാതന്ത്ര്യം വേണമെന്ന് ശഠിക്കുന്നു. നല്ല കാര്യമാണ്, അത് വേണ്ടതുമാണ്. എന്നാൽ ഇവർ ചേർന്ന് നിന്ന് ഒരു കാര്യം പറയുന്നില്ല. അതാണ് ആർക്കും മനസ്സിലാകാത്തത്. ഇവർ എന്തുകൊണ്ട് ഹമാസിനെ കുറിച്ചൊരു അക്ഷരം മുണ്ടുന്നില്ല? ഈ ഹമാസ് ആണല്ലോ പാലസ്തീൻ ജനതയെ ഇത്ര തകർത്തുകൊണ്ടിരിക്കുന്നത്. അവരെ മറയാക്കി അവരുടെ സൗകര്യങ്ങൾ, അവരുടെ നേതാക്കൾ പലയിടത്തും ജീവിക്കുന്നു. അവിടെ ഇരുന്നുകൊണ്ട് യുദ്ധപ്രഖ്യാപനം നടത്തുന്നു. ഇപ്പോൾ അവസാനം ഈജിപ്തും തുർക്കിയൊക്കെ ചേർന്ന് 40,000 പട്ടാളക്കാരെ അണിനിരത്തി ഇസ്രായേലിനെ ഒതുക്കി എല്ലാ സ്വാതന്ത്ര്യവും അവർ കൈവരിക്കുമെന്ന് ശഠിക്കുന്നു. നല്ലത് തന്നെ. എന്തുകൊണ്ട് ഈ UK-യും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്ന് ഹമാസിനെ കുറിച്ചൊരു വാക്ക് പറയുന്നില്ല? ഇത് ഒരു ദിവസം കൊണ്ട്, ഒരു മണിക്കൂർ കൊണ്ട് തീരാമെന്നുള്ളതെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഹമാസ് പിടിച്ചു വച്ചേക്കുന്ന ബന്ദികളെ വിട്ടാൽ ഇസ്രായേൽ പറയുന്നു അവർ വെടിനിർത്തും, എല്ലാവിധ സമാധാന കരാറുകൾക്കും അവർ ഒപ്പം ചേരാമെന്ന് പലപ്പോഴായി പറഞ്ഞെങ്കിലും അതിനെ ചെവിക്കൊള്ളാതെ ഇപ്പോൾ ഏറ്റവും വലിയ തമാശയിക്കുന്ന UK ഇവർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. UK-യുടെ ചരിത്രം, അതായത് ബ്രിട്ടൻ്റെ ചരിത്രം എല്ലാവരും ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കണം. മുൻകാലങ്ങളിൽ സൂര്യൻ അസ്തമിക്കാത്ത ഒരു രാജ്യമായിരുന്നു ഗ്രേറ്റ് ബ്രിട്ടൻ. ഇന്ന് അതിൻ്റെ സ്ഥിതി എന്താണ്? തകർന്ന് തരിപ്പണമായി പല ആൾക്കാരെയും കുടിയേറ്റത്തിന് സഹായിച്ച് അവിടെ സ്വസ്ഥത എന്നുള്ള നശിപ്പിച്ച് ഒറിജിനൽ ഇംഗ്ലീഷുകാർക്ക് വരെ ഇവിടെ താമസിക്കാൻ വയ്യാത്ത ഒരു സംവിധാനം ഉണ്ടാക്കി തീർന്ന പോളിസിയാണ് UK-യുടെ ചരിത്രം. അവർ മനസ്സിലാക്കുന്നില്ല. അവർക്കൊന്നും മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ ഹമാസിൻ്റെ അനുയായികളും ഇന്ന് ബ്രിട്ടനിലും ഈ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ഉണ്ട്. അവരറിയുന്നില്ല അവർ തീ കൊണ്ട് കളിക്കുകയാണെന്ന്. നാളെ ഇന്ന് പാലസ്തീൻ ജനതകൾ അനുഭവിക്കുന്ന അതേ ബുദ്ധിമുട്ടുകൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളും ഈ തുർക്കിയും ഈജിപ്തും ഒക്കെ ചെയ്യുന്നത്. ഈ തുർക്കിയും ഈജിപ്തും എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊന്നുമില്ല, പക്ഷേ അവർ പ്രഖ്യാപനങ്ങൾക്ക് അഗ്രഗണ്യരാണ്. എർദോഗൻ അത് വേറൊരു കഥാപാത്രം. സമാധാനം എന്നുള്ള ആ മനുഷ്യനറിയില്ല. ഈ ചുമ്മാ ഈ കുത്തിത്തിരിപ്പും പല വെളിപ്പെടുത്തലുകളും ബോധമില്ലാതെ നടത്തുന്ന എർദോഗൻ്റെ പിന്നാലെ ഈജിപ്തും കൂടി ഇപ്പോൾ ഇസ്രായേലിനെ തകർക്കാമെന്ന് അവർ വിചാരിക്കുന്നു. ഇസ്രായേലിനെ തകർക്കുകയോ തകർക്കാതിരിക്കുകയോ അത് സെക്കൻഡറി തിങ്സ്. എന്തുകൊണ്ട് ഇവർ ഈ രാജ്യങ്ങൾ ഒന്നായി നിന്ന് ഹമാസിനോട് ആവശ്യപ്പെടുന്നില്ല, നിങ്ങൾ പിടിച്ചു വച്ചിരിക്കുന്ന ആ ബന്ദികളെ മോചിപ്പിക്കുക? ഈ ബന്ദികളിൽ തുടങ്ങിയതാണ് ഈ കലഹങ്ങളും ഈ പോരാട്ടങ്ങളുമെല്ലാം. എന്തുകൊണ്ട് അതിനെ ഇവർ ഹമാസിനോട് പറയുന്നില്ല? ഇത് പറയാത്തിടത്തോളം കാലം ഈ ഹമാസിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ രാജ്യങ്ങളാണ്, ഈ സഖ്യരാജ്യങ്ങളാണ്. ഇത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരു രാജ്യത്ത് ഒരു രാത്രി കടന്നുകൂറി ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നടുക്കി കുറേ ആൾക്കാരെ കൊണ്ടുപോയി ബന്ദികളും വെച്ച് ആ ബന്ദികളിലെ പേരും പറഞ്ഞ് വീണ്ടും കൂട്ടക്കൊലതെല്ലാം നടത്താൻ ശ്രമിക്കുന്ന ഈ ഹമാസ് ഇപ്പോഴും നല്ലവരായിട്ടാണ് അവർ കാണുന്നത്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പല രാജ്യങ്ങളും മുന്നിട്ടിൽ വന്നിരിക്കുന്നത്. പാലസ്തീനികൾ കഷ്ടപ്പെടുകയാണ്. അവർക്ക് നല്ലൊരു സമാധാനം വേണം. ആ സമാധാനം പാലസ്തീനികൾക്കാണ് വേണ്ടത്, അല്ലാതെ ഹമാസിനല്ല. ഹമാസ് ഒരിക്കലും പാലസ്തീനികൾക്ക് സ്വസ്ഥത കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിൻ്റെ തുടക്കം കുറിച്ചു വച്ചത് ഇറാൻ്റെ സപ്പോർട്ടിൽ ഹിസ്ബുള്ളയും ഹൂതികളും വേണ്ട എല്ലാ തീവ്രവാദികളും ഒന്നിച്ചു നിന്ന് ഇവർക്ക് എഗൻസ്റ്റായിട്ട്, ഇസ്രായേലിന് എഗൻസ്റ്റായിട്ട് പോരാട്ടം നടക്കുന്നു. എന്നാൽ ഇസ്രായേൽ തനിച്ച് നിന്നാണ് ഇവരുടെ എല്ലാവരും എതിർത്ത് പോണത്. അത് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. അത് നമുക്ക് ആരെയും കുറ്റപ്പെടുത്തില്ല. അപ്പം നമ്മുടെ
വീട്ടിൽ ആരെങ്കിലും അതിക്രമിച്ച് കയറിയാൽ നാം അവരെ ആട്ടിപ്പായിക്കാൻ ശ്രമിക്കും, നാം അങ്ങേയറ്റം എതിർക്കും. ആ ഒരു ലെവൽ മാത്രമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ. അതുതന്നെയാണ് സത്യവും. സോ എന്തുകൊണ്ട് ഇനിയെങ്കിലും സമാധാനം ആഗ്രഹിക്കുന്ന ഈ യൂറോപ്യൻ രാജ്യങ്ങൾ, ഫ്രാൻസ് അടക്കമുള്ളവർ, നിങ്ങളൊന്ന് മനസ്സിലാക്കുക, എന്തുകൊണ്ട് നിങ്ങൾ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നു? ഇപ്പോഴുള്ള നിങ്ങളുടെ ഓരോ പ്രവർത്തനവും ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അവർ ചെയ്ത് ശരിയാണ് എന്ന് നിങ്ങൾ കാണുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, നാളെ ഇതേപോലുള്ളൊരു പാലസ്തീൻ ജനത അനുഭവിക്കുന്ന അതേ വേദന നിങ്ങൾക്ക്, നിങ്ങളുടെ ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതിനൊരു സാഹചര്യം സൃഷ്ടിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത്, ഈ ഹമാസ് അവർ കാണിച്ച ആ രക്തച്ചൊരിച്ചിൽ, അതിനുമെല്ലാം സമാധാനം ഉണ്ടാകണമെങ്കിൽ അവർ പിടിച്ചു വച്ചിരിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്കെല്ലാം, ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രായേലിനെ മറ്റൊരു മോശമായ പ്രവർത്തനങ്ങളിൽ, യുദ്ധത്തിനു വേണ്ടി പ്രേരിപ്പിക്കില്ല. അവർ ഇസ്രായേലിനെ ഉപദേശിച്ച് അവർ കാണിക്കുന്ന ഈ പലസ്തീനോട് കാണിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവസാനിപ്പിക്കാൻ സാധിക്കും. അവർ സമാധാനമായി ജീവിക്കും, അവർക്ക് കുഴപ്പമുണ്ടാകില്ല. ഇസ്രായേലിൽ ഒത്തിരി പലസ്തീനികൾ ജോലി ചെയ്യുന്നുണ്ടെന്നൂടെ നിങ്ങൾ അറിയുക. അവിടെ യൂറോപ്യൻ മുസ്ലിം കമ്മ്യൂണിറ്റിയുണ്ട്. അവർ സന്തോഷമായി അവർ ജീവിച്ചു പോകുന്നവരാണ്. ഇപ്പോൾ ഈ ഹമാസ് മൂലം അവർക്കും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ഈ സമാധാനം ആഗ്രഹിക്കുന്നു എങ്കിൽ ഇന്ന് പാലസ്തീന് സ്വാതന്ത്ര്യം കൊടുക്കുമെന്ന് പറയുന്ന രാജ്യങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ പിടിച്ചു വച്ചിരിക്കുന്ന ബന്ദികളെ വിടാൻ വേണ്ടി ഹമാസിനോട് പറയുക. അതിനോടൊപ്പം തന്നെ ഇസ്രായേലിന് സമാധാനത്തിൻ്റെ വഴിയിലേക്ക് എത്താനും പറ്റും. സ്വന്തം ജനതയെ മറ്റുള്ളവരെ വെച്ച് പീഡിപ്പിച്ച് വില പറയുമ്പോൾ അവർക്കൊപ്പം കൂട്ടുനിൽക്കാൻ വരുന്ന UK-യും മറ്റു സഖ്യരാഷ്ട്രങ്ങളും കാണിക്കുന്നത് മോശത്തരമാണ്. നിങ്ങൾ സമാധാനപ്രിയരല്ല, നിങ്ങൾ സമാധാനം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ എന്ന് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ കഴിയുന്ന ഒരിക്കൽ കൂടി പറയുന്നു, പിടിച്ചു വച്ചേക്കുന്ന ബന്ദികൾ വിടുക. ആ നിമിഷം തന്നെ അവിടുത്തെ അന്തരീക്ഷം മാറും, സമാധാനം സ്ഥാപിക്കപ്പെടും. അതിനുവേണ്ടി ശ്രമിക്കുക. ഇത് വളരെ അപകടകരമായ ഒരു സംവിധാനത്തിലാണ് ഈ UK-യും മറ്റു രാജ്യങ്ങളും മൂവ് ചെയ്യുന്നത്. ഇവർ ഒന്ന് കരുതുന്നതായിരിക്കും, അതോ അണ്വായുധമുള്ള ഒരു സ്വന്തം രാജ്യത്തെ ആൾക്കാരെ പട്ടിണി കിട്ടി കിടക്കുന്ന പാകിസ്ഥാനെ കൂട്ടുപിടിച്ച് എന്തും കാട്ടിക്കൂട്ടാമെന്ന് ധരിക്കുന്നെങ്കിൽ അതൊരു തെറ്റായ ധാരണ മാത്രമാണ്. പാകിസ്ഥാൻ എന്ന് വെച്ചാൽ വേറെ ജോലിയിൽ ഇങ്ങനെ ഓരോ രാജ്യം തെണ്ടി നടന്ന് ഓരോ കാര്യങ്ങളും പറഞ്ഞ് വിടുവായി വിട്ട് അങ്ങോട്ട് നടക്കുകയാണ്. അതിൻ്റെ അവസാനം ആ രാജ്യത്തിൻ്റെ ശോചനീയാവസ്ഥ, രാജ്യത്തുള്ള സ്വന്തം ജനങ്ങളെ ഏററ്റാക്കിയതും വെടിവെച്ചും കൊല്ലുന്ന ഒരു സാഹചര്യത്തിലാണ് ആ രാജ്യം എത്തിയിരിക്കുന്നത്. അവരെയും കൂടെ കൂട്ടുപിടിക്കുന്ന കാര്യം ആണിപ്പോൾ ഈ രാഷ്ട്രക്കാരുടെ, ഈ സ്വതന്ത്ര രാഷ്ട്രത്തിന് സപ്പോർട്ട് ചെയ്യുന്നവർ കാണിക്കുന്നത് നാണക്കേടാണ്, മഹാമോശമാണ്. അതുകൊണ്ട് പാകിസ്ഥാനെ കൂട്ടുപിടിച്ചിട്ടുള്ള ഏത് ഓപ്പറേഷനും അത് തകർന്ന് തരിപ്പണമേ ആകത്തുള്ളൂ. സമാധാനം വേണമെങ്കിൽ ബന്ദികളെ റിലീസ് ചെയ്യുക, ഹമാസിനോട് പറയുക. അല്ലാതെ ഹമാസിനെ നല്ലതായി ചിത്രീകരിച്ച് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ പോയാൽ അതിന് അനന്തരഫലം എന്തുണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ കാത്തിരുന്ന് കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.